ഇതാണ് ആ ഹോട്ടലല്ലേ. നമുക്ക് ഇവിടെ കയറി ജസ്റ്റ് ഒരു ചോക്ലേറ്റ് കോഫി കുടിക്കാം കേട്ടോ. ആ സിനിമ ഷൂട്ടിങ് സമയത്തുള്ള ഇതല്ലേ. സഞ്ജയ് ദത്ത് ഇങ്ങനെ വണ്ടിയൊക്കെ നിർത്തിയിട്ട് ഇങ്ങനെ നടന്നു വരുന്ന സീനൊക്കെ ഉണ്ട്. ചോക്ലേറ്റ് കോഫി കിട്ടിയല്ലോ അല്ലേ. ഇതേ ഹോട്ടലിൻ്റെ പേരൊക്കെ എഴുതിയ ചോക്ലേറ്റ് കോഫി കിട്ടി. അങ്ങനെ നമ്മൾ വിജയുടെ ലിയോ മൂവി ലൊക്കേഷനിൽ നിന്നും അതേ കഫ്റ്റീരിയയിൽ നിന്നും ഒരു ചോക്ലേറ്റ് കോഫി കുടിക്കുക അല്ലേ. അപ്പോൾ എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അല്ലേ. ഇന്ന് ഞങ്ങളൊരു വെറൈറ്റി ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം പെഹൽഗാമിലായിരുന്നു. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ആനന്ദ്നാഗ് എന്ന സ്ഥലത്ത് KP റോഡിലാണ് കേട്ടോ. ഇവിടെ എന്താണ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രശസ്തമായ ഇളയ ദളപതി വിജയുടെ അവസാനമായി വന്ന ലിയോ മൂവിയിലെ പ്രധാനപ്പെട്ട ഒരു ലൊക്കേഷനാണ് നമ്മൾ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് കാണിച്ചു തരാം. അതായത് ആ സിനിമയിൽ വിജയ് ഓൺ ചെയ്യുന്ന ഒരു കഫ്റ്റീരിയ ഉണ്ടല്ലേ. ആ കഫ്റ്റീരിയ ഉള്ളത് ഈ ആനന്ദ്നാഗിലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പെഹൽഗാമിൽ നിന്ന് ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഷെയർ ടാക്സി വിളിച്ച് നേരെ ആനന്ദ്നാഗ് വന്നു. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് അവിടെ പോയിട്ട് ഒരു ചോക്ലേറ്റ് കോഫി കുടിക്കാം അല്ലേ. ഒരു കോഫി കുടിച്ചിട്ട് ജസ്റ്റ് നമുക്ക് പോവാം. ഒരു വെറൈറ്റി ആയിരിക്കും. നമ്മളൊരു മൂവി ലൊക്കേഷൻ, അതും കാശ്മീരിൽ ഒരു തമിഴ് സിനിമ ലൊക്കേഷൻ നമ്മൾ തപ്പി പിടിച്ച് കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ. ഇവിടെയാണ് കേട്ടോ ലൊക്കേഷൻ. ദളപതി വിജയ് ആണ്. ഞാൻ ഇപ്പം ദളപതി വിജയ് എന്നാണ് അറിയപ്പെടുന്നത്. പണ്ടായിരുന്നു ഇളയ ദളപതി അല്ലേ. അറിഞ്ഞില്ല നീ? അതെ ആണ്. സിഫർ എന്നാണ് റെസ്റ്റോറൻറ്റിൻ്റെ പേര്. ഇവിടെയാണ് ആ സിനിമയിൽ പ്രധാനമായിട്ട് ഇതാണ് ആ ഹോട്ടലല്ലേ. നമുക്ക് ഇവിടെ കയറി ജസ്റ്റ് ഒരു ചോക്ലേറ്റ് കോഫി കുടിക്കാം കേട്ടോ. ഏകദേശം അതുപോലെ തന്നെ ഉണ്ടല്ലേ, അതുപോലെ നിലനിർത്തിയിട്ടുണ്ട്. ഇവിടെ അതിൻ്റെ സ്പെഷ്യൽ ഐറ്റംസിൻ്റെ ഒക്കെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ ഫുഡിൻ്റെ ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഞങ്ങൾ പെർമിഷൻ ചോദിച്ചു, ഒരു പ്രശ്നവുമില്ല. അതുകൊണ്ടേ അതുകൊണ്ട് വിജയുടെ ഫോട്ടോ ഒക്കെ ഇവിടെ കാണാം കേട്ടോ. ആ സിനിമ ഷൂട്ടിങ് സമയത്തുള്ള ഇതല്ലേ. സഞ്ജയ് ദത്ത് ഇങ്ങനെ വണ്ടിയൊക്കെ നിർത്തിയിട്ട് ഇങ്ങനെ നടന്നു വരുന്ന സീനൊക്കെ ഉണ്ട്. ആ BGM ഒക്കെ ആയിട്ടല്ലേ. കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട്. അവിടെ വിജയ് കണ്ണാടി നോക്കുന്ന കണ്ണാടിയും കൂടെ നമുക്കൊന്ന് കാണിക്കാമല്ലോ അല്ലേ. അടിപൊളി കേട്ടോ. ഇത് അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ആ സിനിമയ്ക്ക് ശേഷം ഇവിടെ ഇത് കാണാൻ വേണ്ടി ആൾക്കാർ വരുന്നതാണ് കേട്ടോ. ചോക്ലേറ്റ് കോഫി കുടിച്ചില്ലെങ്കിലും ഇതിനകത്താണ് അതിൻ്റെ ഫൈറ്റ് സീനൊക്കെ നടത്തുന്നത്. നമുക്ക് ജസ്റ്റ് കണ്ണാടി ഒന്ന് നോക്കാം. വിജയ് കണ്ണാടി നോക്കുന്നത് ഇവിടെയാണ്. എനിക്ക് ഓർമ്മയുണ്ട്. ഇവിടെ ഈ ബാക്ക് സൈഡിലാണ് കേട്ടോ സഞ്ജയ് ദത്തൊക്കെ ഇരിക്കുന്നതൊക്കെ ഇവിടെയാണ് കേട്ടോ. അത് അതുപോലെ തന്നെ ഉണ്ടല്ലേ. സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് പോലും അതിൻ്റെ ഷൂട്ടിംഗ് പ്ലേസ് ആയിട്ട് ഈ സ്ഥലമൊക്കെ ഒരുപാട് കാണിച്ചിട്ടുണ്ടല്ലേ. അടിപൊളി കാണിക്കല്ലോ. ഇവിടെ നിന്നാണ് വിജയ് കണ്ണാടിയൊക്കെ നോക്കുന്ന സ്ഥലം. എന്തായാലും നമ്മൾ ഇവിടം വരെ എത്തിയില്ലല്ലേ. വേറെ ആരും ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നല്ലേ ഈ വീഡിയോ. അറിയത്തില്ല മലയാളത്തിൽ ആരും ചെയ്തിട്ടുണ്ടോയെന്ന് അറിയത്തില്ല. ടോയ്ലറ്റും കാര്യങ്ങളും കണ്ണാടി. ഇത് വിജയ് അല്ലേ, ഇത് മനീഷാണ് അല്ലേ. എന്തായാലും കൊള്ളാം. നമുക്ക് ഒരു കോഫി കുടിച്ചിട്ട് പോവാം അല്ലേ. എന്തായാലും ഇതാണ് വിജയുടെ ലിയോ സിനിമയുടെ പ്രധാനപ്പെട്ട. ഇതിനകത്തൊരു ഫൈറ്റ് സീനുണ്ട്. അത് നമുക്ക് ഇതിനകത്തോട്ടൊന്ന് കയറി നോക്കാം അല്ലേ. അതിനകത്തുള്ള പാടല്ല, ഫൈറ്റ് സീനൊക്കെ നടക്കുന്നതാണ്. മൊത്തം അടിച്ച് പൊളിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ഇരിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള കുറേ ഒരുപാട് സീനുകളുണ്ട്. ആ സിനിമയിൽ പ്രധാനപ്പെട്ട എല്ലാ സീനുകളും ഇവിടെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് അല്ലേ. നമുക്ക് അകത്ത് കയറി ജസ്റ്റ് ഒരു കോഫി കുടിച്ചിട്ട് പോവാം അല്ലേ. അകത്ത് കയറണോ വെളിയിൽ കയറുക? അകത്ത് കയറാം അല്ലേ. അതും കണ്ടില്ലല്ലോ. വെളിയിൽ ഇരിക്കണ്ട, അകത്ത് കയറി ഒരു കോഫി കുടിക്കാം. അപ്പം നമുക്ക് അകത്തോട്ട് കയറാതാവാ. ഒരു ചെറിയൊരു റീൽ എടുക്കണം നമുക്ക് കേട്ടോ. അകം നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. തമിഴ്നാട്ടിൽ നിന്നൊക്കെ ആൾക്കാരുണ്ടല്ലേ. അകം ഫുള്ള് മാറ്റമുണ്ട്. ഇങ്ങനെയൊന്നും അല്ല അകം ഇരുന്നത്. നമുക്ക് ജസ്റ്റ് ഒരു കോഫി മാത്രം മതി അല്ലേ. കാരണം നമുക്ക് വെളിയിൽ പോയി കഴിക്കാം അല്ലേ. അകം ഫുള്ള് മാറ്റമുണ്ടല്ലോ അല്ലേ. ഇങ്ങനെയല്ല അകം ഈ രീതിയിലേ അല്ല. ഇത് ഫുള്ള് അവർ സെറ്റിട്ടായിരിക്കും അല്ലേ. ഇതായിരിക്കും ഇതിന് മുമ്പേ ഉണ്ടായിരുന്നത്. ഇങ്ങനെ ആയിരിക്കും. ആ സിനിമയ്ക്ക് വേണ്ടി അവർ മാറ്റം വരുത്തും. അങ്ങനെയാണല്ലോ. ഞങ്ങൾ 2 ചോക്ലേറ്റ് കോഫിയാണ് കേട്ടോ ഓർഡർ ചെയ്തിരിക്കുന്നത്. ആ സിനിമ കണ്ടവർക്കറിയാം ചോക്ലേറ്റ് കോഫി ആ സിനിമയിലെ ഒരു പ്രധാന കഥാപാത്രമാണല്ലേ. അതുകൊണ്ട് ഇവിടെ നിന്ന് നമുക്ക് ചോക്ലേറ്റ് കോഫി കുടിക്കാമെന്ന് വിചാരിച്ചു. ചോക്ലേറ്റ് കോഫി കിട്ടിയല്ലോ അല്ലേ. ഇതേ ഹോട്ടലിൻ്റെ പേരൊക്കെ എഴുതിയ ചോക്ലേറ്റ് കോഫി കിട്ടി. അങ്ങനെ നമ്മൾ വിജയുടെ ലിയോ മൂവി ലൊക്കേഷനിൽ നിന്നും അതേ കഫ്റ്റീരിയയിൽ നിന്നും ഒരു ചോക്ലേറ്റ് കോഫി കുടിക്കുക അല്ലേ. വെറൈറ്റി അല്ലേ. കുടിച്ചോന്നോ. 110 രൂപയാണ് കേട്ടോ ഒരു കോഫിക്ക് റേറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ വന്ന് ജസ്റ്റ് ഒരു കോഫിയെങ്കിലും കുടിച്ചാൽ മതി. നമ്മൾ കയറിയ സ്ഥിതിക്ക് ഷൂട്ടൊക്കെ ചെയ്ത സ്ഥിതിക്ക് ഒരു കോഫി കുടിക്കാം. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഓൾറെഡി കഴിച്ചാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ സമയം എത്രയായിരുന്നു? 12 മണിയായി. 12 മണിക്കാണ് നമ്മളൊരു കോഫി കുടിക്കുന്നത്. നല്ല തണുപ്പുണ്ട്. എങ്ങനെയുണ്ട് കോഫി? നൈസേ. ഹോട്ടലിലെ ആളെടുത്ത് ഞാൻ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഇതെല്ലാം സെറ്റ് ഇട്ടതായിരുന്നു സിനിമയിൽ. ഫ്രണ്ടിലും അവർ കുറച്ച് സെറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ബാക്കിൽ സെയിം ആണ് കേട്ടോ. നമ്മൾ കാണിച്ചില്ല ബാക്കിലെ സീറ്റൊക്കെ അത് സെയിം ആണ്. അതായത് ആ കണ്ണാടിയും കാര്യങ്ങളൊക്കെ ഉള്ളത്. ബാക്കി കുറേയൊക്കെ സെറ്റ് ഇട്ടെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഞങ്ങളിത് ആ കോഫിയൊക്കെ കുടിച്ച് കാലിയാക്കിയിട്ടുണ്ട്. ചോക്ലേറ്റ് കോഫി ഇൻ കാശ്മീർ. അപ്പോൾ നമുക്ക് ബില്ലും കൊടുത്തിട്ട് ഇറങ്ങാം അല്ലേ.
യെസ് യെസ്, ഇതാണ് ബാക്ക് സൈഡ് കേട്ടോ. ബാക്ക് സൈഡ് നമ്മൾ അതിലേ കണ്ടോ, ഇതൊക്കെ ഏകദേശം ആ സിനിമയിൽ ഇതൊക്കെ സെയിം ആണെന്നാണ് പറഞ്ഞല്ലേ. ബാക്ക് സൈഡൊക്കെ കൊള്ളാം. നമ്മളിപ്പോൾ ഇതിൽ കൂടെ ഇറങ്ങി കേട്ടോ, ഒരു ചോക്ലേറ്റ് കോഫിയും കൂടെ കുടിച്ചിട്ട് നമുക്കിനി പുറത്തോട്ട് ഇറങ്ങാം. നല്ല അതാ സിനിമയിലുള്ള അതേപോലെ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ സൈഡൊക്കെ. ഇവിടെ ഈ ഫ്രണ്ടിൽ ഇച്ചിരി സെറ്റ് ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇതൊന്നും ഇല്ലായിരുന്നു തോന്നുന്നല്ലേ ഫ്രണ്ടിൽ, ഇതില്ലായിരുന്നു ഫ്രണ്ടിൽ. ഈ ഇതൊക്കെ എടുത്ത് മാറ്റിയെന്ന് തോന്നുന്നല്ലേ. അപ്പോൾ അതൊക്കെയാണ് സിഫർ റെസ്റ്റോറൻറ്റിലെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ വരുവാണെങ്കിൽ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഒന്നും വേണ്ട, നിങ്ങൾ പെഹൽഗാമിലോട്ട് പോകുമ്പോൾ ഇതുവഴിയായിരിക്കും നിങ്ങൾ പോകുന്നത്. അപ്പോൾ സിഫർ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് നിങ്ങൾ പെഹൽഗാമിൽ പോയാൽ മതി കേട്ടോ. റോഡ് സൈഡ് തന്നെ, ഹൈവേ സൈഡ് തന്നെയാണ്. അപ്പോൾ വലത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നേരെ പെഹൽഗാം, ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ ആനന്ദ്നാഗ് പോവാം, ജമ്മു പോവാം, വേണമെങ്കിൽ ശ്രീനഗർ പോവാം. എല്ലാം ആ റൂട്ടിലാണ് കേട്ടോ. അപ്പോൾ എല്ലാം എളുപ്പമാണ്, ഇവിടെ എത്തിച്ചേരാൻ എളുപ്പമാണ്. ആരുടെ ചോദിച്ചാലും പറഞ്ഞും തരും. അപ്പോൾ എന്തായാലും ഇതാ അവസാനമായിട്ട് നമുക്ക് ഇതാ ഫോട്ടോസൊക്കെ കാണിച്ചു തരാം. എല്ലാവരും നിൽക്കുന്ന ഫോട്ടോസൊക്കെ ഉണ്ട് അല്ലേ. ഇവിടുത്തെ ഷൂട്ടിങ് എത്ര 1-2 മാസത്തോളം കണ്ട് വിജയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. വിജയുടെ ഒരു പവർ ആലോചിക്കണേ, എന്താ വെച്ചാലേ ആ ഒരു പോപ്പുലാരിറ്റി. ഈ ഇത്രയും ദൂരത്തെ ഒരു ഹോട്ടലിൽ വന്ന് ഷൂട്ട് ചെയ്തിട്ട് ഈ ഹോട്ടൽ ഇപ്പോൾ ഫേമസ് ആയി. ഇനി നമുക്ക് ഷെയർ ടാക്സി വിളിച്ചിട്ട് നേരെ എവിടെ പോകണം? നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകണം, ഷെയർ ടാക്സി വിളിച്ചിട്ട്. അതാണ് അടുത്ത പരിപാടി കേട്ടോ. അതാണ് വിജയ് എന്നുള്ള ബ്രാൻഡ്, ഭയങ്കര ബ്രാൻഡ് വാല്യൂ ഉള്ളൊരു നടനാണ് വിജയ്. എനിവേ നമുക്കിനി ഇവിടുന്ന് പോവാം. സെക്കൻഡ് ബാഗ് അങ്ങോട്ട് വെച്ച, ബാഗ് നടുക്കോട്ട് വെച്ചാൽ ഇല്ല, ഞാൻ പിടിച്ചോളാം, കുഴപ്പമില്ല. ഇത് അടുത്തല്ലേ, നിയറല്ലേ. അത് സാരമില്ല. ഒരു ഷെയർ ടാക്സി കിട്ടി പെട്ടെന്ന് ഇറങ്ങിയിട്ട് അല്ലേ. ഇവിടെ എന്ന് വെച്ചാൽ അധികം വണ്ടികളും, ഇത് വലിയ സിറ്റി ഒന്നുമല്ല ഈ ലൊക്കേഷൻ നിൽക്കുന്നത്, ഒരു ഹൈവേ സൈഡാണെന്നേ ഉള്ളൂ. അതുകൊണ്ട് സ്റ്റാൻഡൊന്നുമില്ല. ഞങ്ങൾ രണ്ടുപേരെയും കൊണ്ട് ഇവിടെ നമ്മൾ ഷെയർ ടാക്സിയിൽ വന്നിട്ട് ഇവിടെ ഇറങ്ങി കേട്ടോ. ഇവിടെ നിന്ന് നമുക്ക് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകണം അല്ലേ. ഇവിടെ നിന്ന് 1 കിലോമീറ്റർ നടക്കാറുണ്ട് കേട്ടോ. നമ്മൾ ഇവിടം വരെ ഷെയർ ടാക്സിയിൽ ഇവിടെ കൊണ്ടുവരത്തുള്ളൂ. 40 രൂപയാണ് നമുക്ക് ചാർജ് ആയത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കൂടെ നടന്നതാ 1 കിലോമീറ്റർ ദൂരം റെയിൽവേ സ്റ്റേഷൻ. ഇനി പ്ലാൻ എന്ന് പറഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കയറി നമുക്ക് ബനിഹാൽ പോകണം. നമ്മളങ്ങനെ 1 കിലോമീറ്റർ നടന്നിട്ട് ആനന്ദ്നാഗ് റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇന്ത്യൻ ഫ്ലാഗൊക്കെ കാണാം, പക്ഷേ ഫ്ലാഗൊന്നും പറക്കുന്നില്ല കേട്ടോ. ഒരു യൂറോപ്യൻ സ്റ്റൈൽ റെയിൽവേ സ്റ്റേഷനാണ്. നമ്മൾ ഈ സ്റ്റേഷനിൽ ഇതുവരെ വന്നിട്ടില്ല, ആദ്യമായിട്ടാണ് നമ്മൾ വരുന്നത് അല്ലേ. ഇതുവഴി ട്രെയിനിൽ പോയിട്ടുണ്ടെന്നേ ഉള്ളൂ, നമ്മളിവിടെ ഇറങ്ങിയിട്ടില്ല. അപ്പം നിങ്ങൾക്ക് ലിയോ മൂവി ലൊക്കേഷൻ കാണണമെങ്കിൽ ഇതാ ഈ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ മതി. ആനന്ദ്നാഗ്, നിങ്ങൾ ബനിഹാലിൽ നിന്ന് ശ്രീനഗർ പോകുന്ന ട്രെയിനിൽ കയറിയിട്ട് ആനന്ദ്നാഗ് ഇറങ്ങിയിട്ട് ഇവിടുന്ന് ഷെയർ ടാക്സി വിളിച്ചിട്ട് പെഹൽഗാം പോകുന്ന റൂട്ടിലാണ് ലിയോ മൂവി ലൊക്കേഷൻ ഉള്ളത്. നമ്മൾ ടിക്കറ്റ് എടുത്തു, ഒരാൾക്ക് 30 രൂപയാണ് കേട്ടോ ടിക്കറ്റ് ചാർജ്. ഇതെല്ലാം മഞ്ഞുമൂടേണ്ട റെയിൽവേ സ്റ്റേഷനാണ് അല്ലേ. നമ്മളെ നാട്ടിൽ അതേപോലെ തന്നെ ഉണ്ട്, തണുപ്പുണ്ടെന്ന് മാത്രമേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ ഇന്ന് നമ്മൾ സത്യം പറഞ്ഞാൽ കാശ്മീരിനോട് വിട പറയുകയാണല്ലേ. ഒരു വിഷമമുണ്ടല്ലേ, സത്യം നല്ല വിഷമമുണ്ട്. എന്താ പറയാൻ കാരണം? ഇതുവരെയും പോയിട്ടുള്ള സ്ഥലങ്ങൾ പോലൊന്നുമല്ല, എന്തോ ഒരു ഭയങ്കര ആൾക്കാരാണെങ്കിലും നല്ല സ്ഥലം, നമ്മളെയൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. മലയാളി എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്നേഹം, ഭയങ്കര സ്നേഹം. അവര് തന്നെ എന്താ അതിനെ പുകഴ്ത്തി പറയുന്നത്. ഭയങ്കര സ്നേഹമുള്ള ആൾക്കാര്, നല്ല സ്ഥലം. ഇത്രയും കേരളത്തെ ഇഷ്ടപ്പെടുന്ന വേറെ സ്ഥലമില്ലെന്ന് തോന്നുന്നല്ലേ. അതുപോലെ തന്നെ മറ്റുള്ള ടൂറിസ്റ്റ് പ്ലേസിൽ പോകുന്നതിനേക്കാളും എല്ലാം വണ്ടികളാണേലും ഷെയർ ടാക്സി പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ വഴി നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ അറിയാത്ത സ്ഥലത്ത് വന്നിട്ട് വേറെ പറ്റിക്കാം. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഉറപ്പായിട്ടും പറ്റിക്കും, പക്ഷെ അവരങ്ങനൊന്നും പറ്റിക്കുകയൊന്നും ചെയ്യുന്നില്ല. നല്ല ആൾക്കാര്. ഷെയർ ടാക്സി ഒക്കെ 20 രൂപ ചാർജ് ആണെങ്കിൽ ലോക്കലിൽ നിന്ന് 20 രൂപ വാങ്ങിക്കുവാണെങ്കിൽ നമ്മുടെ അടുത്ത് 20 രൂപ വാങ്ങിക്കത്തുള്ളൂ, കൂടുതലായിട്ട് ഒന്നും വാങ്ങിക്കത്തില്ല. എല്ലാം നല്ലതായിരുന്നു. അപ്പം 3 മണിക്ക് ഇവിടുന്ന് നമുക്ക് ട്രെയിനുണ്ട് ബനിഹാൽ. അവിടുന്ന് പിന്നെ ഉധംപൂർ പോയിട്ട് പിന്നെ നമുക്ക് ജമ്മു പോകണം. അപ്പം ഞങ്ങൾ ഇന്ന് ശ്രീനഗറും നമ്മുടെ കാശ്മീരിനോട് എല്ലാം വിട പറഞ്ഞല്ലേ. ഒരു വിഷമം തോന്നുന്നുണ്ട്, ഇവിടുന്ന് പോകണ്ടെന്ന് തന്നെ തോന്നുന്നല്ലേ. ഇവിടെ കുറച്ച് ദിവസം കൂടെ നിൽക്കാൻ തോന്നുന്നു അല്ലേ. പിന്നെ നമുക്ക് അധികം വീഡിയോസ് എടുക്കാനുള്ള മഞ്ഞും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും നമ്മൾ കുറച്ച് ദിവസം കൂടെ നിന്നേനായിരുന്നു അല്ലേ. എനിവേ നമുക്ക് ട്രെയിൻ വരട്ടെ. നമുക്ക് പോകാനുള്ള ട്രെയിൻ പ്ലാറ്റ്ഫോം നമ്പർ 2 വന്നുകൊണ്ടിരിക്കുകയാണ്. ടൈറ്റ് സെക്യൂരിറ്റി ആണല്ലേ ഇവിടെ. ട്രെയിൻ വരുമ്പോൾ പോലീസുകാരൊക്കെ വന്ന് ഫുള്ള് വിസിലടിച്ച് ആരും ട്രാക്കിൻ്റെ സൈഡിൽ നിൽക്കാൻ പാടില്ല, അങ്ങനെ കേട്ടോ. ഭയങ്കര സെക്യൂരിറ്റി രീതിയിലാണ് ട്രെയിനകത്തോട്ട് കയറ്റുന്നത് തന്നെ അല്ലേ.
കണ്ടോ അവിടെ നിന്നെല്ലാം വിസിലൊക്കെ അടിക്കുന്നുണ്ട്. ഇത് നമ്മളെ ICF കോച്ചാണ് കേട്ടോ. നമ്മളെ ചെന്നൈയിലെ ഇൻഡ്രഗൽ കോച്ച് ഫാക്ടറിയിൽ ഉണ്ടാക്കിയ ട്രെയിനാണ്. ICF ബിൽട്ടാണ് കേട്ടോ. ഇത് ഇവിടത്തേക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ബിൽട്ട് ചെയ്യുന്നതാണ്. ഹീറ്ററൊക്കെ ഉള്ള ട്രെയിന്. വേറെ എവിടെ അതിൻ്റെ ആവശ്യമില്ലല്ലോ. ബാ കയറാം. AC ഒന്നുമല്ല, AC ഒന്നുമില്ല ഇതിനകത്തെന്ത് AC. വാ വാ വാ. മൈന ട്രെയിനിൽ എവിടെ പോകാൻ തോന്നല്ലോ അല്ലേ? വണ്ടി എടുത്ത് പോകുന്നില്ലേ ഇവൻ? മൈന കയറി നിൽക്കുക കേട്ടോ. ബനിഹാലിലോട്ട് പോകാൻ തോന്നുന്നു. ആ ഓക്കെ ബൈ. പോയോ? അത് നോക്ക്, മൈനയായിട്ട് പോവാ ഞങ്ങൾ ട്രെയിനിൽ. വെറൈറ്റി ആണല്ലോ. ആ പോയി. അപ്പോൾ നമ്മൾ ട്രെയിനിനകത്തോട്ട് കയറി അല്ലേ. ഇവിടെ നിൽക്കാനുള്ള സ്ഥലമേ ഉള്ളൂ. എല്ലാ സീറ്റെല്ലാം ഫില്ലാണ് കേട്ടോ. ബാഗ് ഇതുകൊണ്ട് മേളിൽ വെച്ചു. അപ്പോൾ നമ്മൾ ഗ്ലാസ്സൊക്കെ ക്ലിയർ അല്ല. നമ്മൾ നേരെ ഇനി ബനിഹാൽ. ഇവിടെ നിൽക്കുക കുറച്ച് നേരമല്ലേ ഉള്ളൂ. ഇവിടെ ഉണ്ടോ, ഇവിടെ അത്യാവശ്യം നല്ല ചൂടുണ്ട്. നല്ല ഹീറ്ററിന് നല്ല ചൂട് വരുന്നുണ്ട് കേട്ടോ. ഇവിടെ നിൽക്കുക, ഈ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ തണുപ്പാണ്. ഇപ്പുറത്തോട്ട് കയറിയ ചൂടാണ്. ഈ വാതിലിന് അവിടെ മാത്രമേ ഉള്ളൂ ചൂട്, പക്ഷേ തണുപ്പ്. ബാക്കിയൊക്കെ ചൂടാണ്. നമുക്ക് സീറ്റ് കിട്ടി. നമ്മളിരിക്കുന്നുണ്ടോ ഓപ്പോസിറ്റ് സൈഡിലോട്ടാണ് കേട്ടോ. ഒരു സീറ്റ് മാത്രം ഓപ്പോസിറ്റ് സൈഡ്, ബാക്കി എല്ലാ സീറ്റും അങ്ങോട്ട് നോക്കിയാണ്. ഈ ഒരു സീറ്റ് മാത്രം ഇങ്ങോട്ട് പോയി. അതുകൊള്ളാം. ഇതിൽ ഇത്ര സ്പേസ് ഉണ്ട്, നല്ല ചൂടുണ്ട് കേട്ടോ ഇതിനകത്ത്. സാധാരണ നമ്മൾ ട്രെയിനകത്ത് കയറിയിട്ട് നമ്മൾ നോർമൽ കോച്ചിൽ നിന്ന് സ്ലീപ്പർ ചെയ്ത് AC യിലോട്ട് പോകുമ്പോൾ നമുക്ക് നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നു. ഇവിടെ നേരെ തിരിച്ചാണ്. നമ്മൾ ഈ കോച്ചിൽ നിന്ന് വെളിയിലോട്ട് പോകുമ്പോഴാണ് നമുക്ക് തണുപ്പ് ഫീൽ ചെയ്യുന്നത് അല്ലേ. അതൊരു വെറൈറ്റി അല്ലേ. നമ്മളങ്ങനെ ട്രെയിനിൽ വന്നു, ബനിഹാൽ വന്ന് ഇറങ്ങി കേട്ടോ. യെസ്, ഇതാണ് ബനിഹാൽ റെയിൽവേ സ്റ്റേഷൻ. നമ്മൾ ഇവിടെ നിന്നാണ് ഇതിനു മുമ്പേ കയറിയിട്ട് നമ്മൾ ശ്രീനഗർ പോകുന്നൊരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തായിരുന്നു. കാണാത്തൊരു കാണണം. ഈ ട്രെയിൻ ഇവിടം വരെ ഉള്ളതുകൊണ്ടുണ്ടോ നല്ല തിരക്കാണ്. താഴെ വീണ്ടും ഒരു ICFൻ്റെ കോച്ച് കാണാൻ പറ്റും. ഇവിടം വരെ നിലവിൽ ട്രെയിൻ ഉള്ളൂ. ഇനി ട്രാക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ ലാസ്റ്റ് ഘട്ട വർക്കുകൾ മാത്രമേ നടക്കുന്നുള്ളൂ. അതുകൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കേരള ടു കശ്മീർ ബൈ ട്രെയിൻ ആവും. നമ്മൾ ഇവിടുന്ന് നേരെ വെളിയിലോട്ട് ഇറങ്ങാം. ഇവിടെ നല്ല കാറ്റുണ്ടല്ലേ, കൊടിയൊക്കെ പറക്കുന്നുണ്ട്, ഇന്ത്യൻ ഫ്ലാഗൊക്കെ. എന്തോട്ടെ അടിപൊളിയല്ലേ. ഇതെല്ലാരും കൂടെ നമ്മളെ ഓരോരുത്തരായിട്ട് വിളിച്ചോണ്ട് ഇവിടെ ട്രാവലറിൽ നമുക്ക് പോകാൻ പറ്റും കേട്ടോ. വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാനൊന്നും പറ്റുന്നില്ല. ഇവരിങ്ങനെ നമ്മളെ ഇതിലേതെങ്കിലും ഒന്ന് സീറ്റേ ബാബാ. ഇത് ജമ്മു കയറി सीट है 2 सीट. हाँ नहीं 2 सीट है. ये लो सामान है. വേറെ ഇഷ്ടംപോലെ വണ്ടിയുണ്ട്, പ്രശ്നമൊന്നുമില്ല. സീറ്റ് ഇല്ലെങ്കിൽ അടുത്തേൽ പോവാം. सीट नहीं है. 300 जम्मू 300 ट्रैवलर. बाबा दो आगे वाली 2 सीटें. बाबा 300 ये गाड़ी वजह से 300 बढ़िया. 300 में गाड़ी है. 300 में गाड़ी है. 2 है, झूठ बोल रहा है भाई. 350 है. 300 आ जाओ 300 में आएगा. 300 ये पूरा 300. എല്ലാരും നമ്മളെ പിടിച്ചോണ്ട് പോകുന്നത് ട്രാവലർ ആണോ? ബാക്ക് സീറ്റ് बैक सीट नहीं. 800 300 का सीट नहीं है भैया. इसके सीट नहीं है. 2 सीट नहीं है. 2 सीट नहीं है. सीट नहीं. 300 come here. ट्रैवलर बैक सीट नहीं है. Front seat है. बा സീറ്റ് എന്റെ പൊന്നു. വാ ഇത്രയും ഉഷാർ. 2 സീറ്റ്. കറിയോ ബാക്കി സീറ്റുണ്ട്. ബാഗുണ്ട്. അമ്മ ഇതിനകത്ത് ഇഷ്ടംപോലെ സീറ്റ് ഉണ്ടല്ലോ അല്ലേ. ഇവിടെ
നീ അങ്ങോട്ട് ഇരി. ബാക്കി പോകാനോ? സ്റ്റൂളല്ല, അത് അങ്ങോട്ട് മാറ്റി സീറ്റാണ്. അല്ല ഇവിടെ ഇരി, ഇങ്ങനെ ചരിഞ്ഞ് ഇവിടെ ഇരി, ബാക്കിൽ പോകണ്ട. എവിടെ ഇരിക്കാൻ? അങ്ങോട്ട് കയറ്. ഇത് ഇത്ര ഇങ്ങനെ ചാഞ്ഞു കിടക്കുക. ഇല്ലല്ല, ഇരിക്കാൻ പറ്റാതെ. ഓക്കെ അല്ലേ? നമ്മളങ്ങനെ ട്രാവലറിൽ കയറിയിട്ട് നേരെ ജമ്മുവിലോട്ട് പോകണം കേട്ടോ. ഫുള്ള് സീറ്റ് ഫില്ലായി അല്ലേ? ഓക്കെ അല്ലേ? കുഴപ്പമൊന്നുമില്ല, കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാം. ട്രാവലർ നമുക്ക് കംഫർട്ടായിട്ട് പോകാം കേട്ടോ. പിന്നെ കുറച്ച് ദൂരം ഉണ്ട്, നമുക്ക് 4-5 മണിക്കൂർ എടുക്കും ഇവിടുന്ന് ജമ്മുവിനേക്ക്. വളരെ നാരോ റോഡാണ്, പിന്നെന്ന് പറഞ്ഞാൽ ട്രാഫിക്കാണ്, അതൊക്കെ കൊണ്ട് കുറച്ച് ടൈം എടുക്കും അല്ലേ? വലിയ കൊക്കയല്ലേ താഴെ, വലിയ റോഡാണ് കേട്ടോ. നമ്മൾ വന്ന വഴി തന്നെയാണ്, ഈ സൈഡാണ്ട് കുഴപ്പമില്ല അല്ലേ? ഇപ്പുറ സൈഡ് നോക്കുമ്പോൾ റിസ്ക് കൂടുതൽ. താഴെ ഉണ്ടോ ഫുള്ള് കൊക്കയാണ്. ഇവിടെ പേടിച്ച് ഇരിക്കുകയല്ലേ? ഭയങ്കര ഈ സൈഡിൽ കൂടെ വണ്ടികളെല്ലാം ഓവർടേക്ക് ചെയ്ത് സൈഡിൽ കൂടെ അതും അതിന്റെ റോഡൊക്കെ ഇടിഞ്ഞിരിക്കുന്നുണ്ട്. ഓവർടേക്ക് ചെയ്യാൻ പോയാ ഇവിടുത്തെ ഓട്ടിപ്പൊക്കെ എങ്ങനെയാണ് കേട്ടോ, ഒരു സ്ഥിരം പോകുന്നോണ്ടായിരിക്കും ഭയങ്കര പോക്കാ പോകുന്നത്. അത് ഓവർടേക്ക് ചെയ്യുമ്പോൾ ആ സ്ഥലം കുറച്ചുകൂടെ വീതിയുള്ള സ്ഥലത്ത് ഇതുപോലുള്ള ചെറിയ ഇത്രയും അടുത്തൂടൊക്കെ കൊണ്ട് ഓവർടേക്ക് ചെയ്യുന്നത് അപകടം പറ്റിയിട്ടില്ലേ? പിന്നെ നമ്മള് സമയം ഇപ്പം 7 മണിയായിട്ടോ. നമ്മളിവിടെ ഒരു ബ്രേക്ക് നിർത്തി അവര് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അല്ലേ? എന്നായിരുന്നോ എന്തെങ്കിലും കഴിക്കാം? ചോറുണ്ടല്ലോ, ഒത്തിരി ചോറുണ്ട്. ചോറാണ് കേട്ടോ നമുക്ക് വന്നത്. ഇന്നലെ താമസിച്ച റൂമിലാണെങ്കിൽ ചാർജറും ഇല്ല. സ്പൂണ് കറിയൊന്നുമില്ലേ? സ്പൂൺ മാത്രമേ ഉള്ളൂ. ഇന്നലെ താമസിച്ചെടുത്താണ് പവർ ബാങ്കിൽ ചാർജ് ചെയ്യാൻ അവിടെ പവറും ഇല്ല. ആകെ 12% ചാർജേ ഉള്ളൂ. വീഡിയോ ഷൂട്ട് ചെയ്യാൻ ഫോണിലും ചാർജ് ഇല്ല. ഇതാണ് നമ്മളെ ഭക്ഷണം. കഴിക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ കുഴപ്പമില്ല. ദാൽ 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 ടീക്ക്. ഒരുപാട് കറിയുണ്ടല്ലോ. ഇത് രാജമ്മയാണോ? അപ്പൊ ദാൽ എന്ന് പറഞ്ഞപ്പം ഇത് ഗ്രേവി ആട്ടോ, വേറെ തെരുവരി. നീ ശകലെടുത്തായി. നമ്മള് ദാൽ റൈസ് എന്നാണ് പറഞ്ഞത്, ഇതിപ്പോ രാജമ്മ റൈസായി. രാജ്മ കാശ്മീരിലുള്ളൊരു അരി കഴിക്കും, ചോറ് കഴിക്കും. അവർ ഉച്ചക്ക് ചോറ് കഴിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സ്വീറ്റ് സ്റ്റാളാണ് കേട്ടോ. നമ്മളത് ഈ ഒരു ഗ്രീൻ ലഡു നമുക്ക് ഇടയ്ക്ക് കഴിക്കാൻ വേണ്ടി ഒരു 100 രൂപയുടെ ഗ്രീൻ ലഡു വാങ്ങിച്ചു. അപ്പോൾ സമയം വണ്ടി എടുക്കാറേ, കയറി കയറി കിട്ടിയോ? ബാബാ നമ്മൾ മാത്രമേ ഉള്ളൂ കയറാൻ. അപ്പം നമ്മൾ 5 മണിക്കൂർ എടുത്തു കേട്ടോ. നമ്മൾ ബനിഹാൽ ടു ജമ്മുവിൽ വരാൻ 5 മണിക്കൂർ എടുത്തു. നമ്മളിവിടെ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട് ഓൺലൈനിൽ, മേക്ക് മൈ ട്രിപ്പ് സൈറ്റിലാണ് ബുക്ക് ചെയ്തത് അല്ലേ? 5 മണിക്കൂർ പോയത് അറിഞ്ഞില്ലല്ലേ? ഇവിടെ പെട്ടെന്ന് സമയം പോവും, പിന്നെ ക്ഷീണം വരുന്നില്ല. നമ്മുടെ നാട്ടിലൊക്കെ 4 മണിക്കൂറൊക്കെ യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ അത് തണുപ്പുള്ളതുകൊണ്ട് ക്ഷീണം വരത്തില്ല, ആ ഒരു ഗുണമുണ്ട്. പെട്ടെന്ന് സമയം പോകും, നമുക്ക് ബോറടിക്കത്തുമില്ല. ഇവിടെയാണ് മറ്റേ ടൂറിസ്റ്റ് ബസ്സുകളെല്ലാം വരുന്ന സ്ഥലം കേട്ടോ. അതായത് ഇവിടുന്ന് മണാലിക്ക് പോവാനും ദില്ലിക്ക് പോവാനും ഇല്ലേ? ഇവരൊക്കെ കണ്ടോ ഭയങ്കര ആക്റ്റീവാണ്. ബസ്സിനകത്തൊക്കെ പിടിച്ച് കയറ്റാനും കാര്യങ്ങൾക്കൊക്കെ. ഇതൊക്കെ സ്ലീപ്പർ ബസ്സുകളാണ്. ഇതിനകത്തൊക്കെ ഡൽഹി, ചണ്ഡീഗഡ്, മണാലി, ഷിംല ഒക്കെ പോകുന്ന വണ്ടികളാണ് കേട്ടോ. ഇവിടെയാണ് അതിൻ്റെ മെയിൻ സ്ഥലം, ജമ്മുവിൽ ബസ് കയറുന്നത്. അപ്പോൾ നമ്മൾ മാപ്പ് ഇട്ടിട്ട് നേരെ റൂമിലോട്ട് പോട്ടെ. നമ്മളിതാ ജമ്മുവിൽ വന്ന് ഒരു ഓൺലൈനിൽ മേക്ക് മൈ ട്രിപ്പിൽ എടുത്ത റൂമാണ് കേട്ടോ. അപ്പം ഇന്നിവിടെയാണ് നമ്മൾ താമസം. ടി വി ഒക്കെ ഉണ്ടല്ലേ? ടി വി ഇതുവരെ എവിടെ പോയിട്ട് നമ്മൾ ടി വി ഓണാക്കിയിട്ടേ ഇല്ല. ബാത്റൂം ഓക്കെ. എന്തായാലും നമ്മൾ ഏത് ലൊക്കേഷനാണെന്ന് അറിയാൻ വയ്യ. നമ്മൾ മാപ്പ് ഇട്ട് വന്നതാണ്. ജമ്മു സിറ്റിയിൽ തന്നെയാണ് കേട്ടോ. അപ്പം ഇത്രയൊക്കെ ഉള്ള കാര്യങ്ങളല്ലേ? നോൺ എ സി ആണ്, ഇതിനകത്ത് എ സി ഉണ്ടെന്നേ ഉള്ളൂ. വിവേകാനന്ദ ചൗക്കല്ല, അത് തന്നെ. ഇത് 670 രൂപയാണ് നമ്മൾ മേക്ക് മൈ ട്രിപ്പിൽ ബുക്ക് ചെയ്തത് കേട്ടോ. അപ്പൊ അത്രയൊക്കെ ഉള്ള കാര്യങ്ങള്. അപ്പൊ നമ്മളെ വിജയുടെ ലൊക്കേഷനിൽ നിന്ന് തുടങ്ങിയ യാത്ര ജമ്മുവിൽ വെച്ച് അവസാനിക്കുന്നു അല്ലെ? ജമ്മു ആൻഡ് കാശ്മീരിനോട് വിട നാളെ പറയും. ഇന്ന് എന്തായാലും ഇവിടെ വരെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ബൈ ബൈ.